ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ഹാപ്പി ഓണം. ഞാനിന്നൊരു ചേനപ്പായസമാണ് ഉണ്ടാക്കുന്നത്. ഞാൻ ഒത്തിരി ദിവസമായി ഒരു വീഡിയോ ചെയ്തിട്ട് ഞാനിവിടെ സ്ഥലത്തില്ലാത്തതുകൊണ്ടാണ്. ഞാൻ നാസിക്ക് പോയതായിരുന്നു. 1.5 മാസമായി പോയിട്ട് ഇപ്പം വന്നതേ ഉള്ളൂ. അപ്പോൾ ഇന്ന് നമുക്കൊരു ചേനപ്പായസം എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ചെറുതായിട്ട് എല്ലാവർക്കും അറിയാവുന്നതാണ്, എന്നാലും ഞാനൊന്ന് ഉണ്ടാക്കുകയാണ്. ഓക്കെ. അപ്പോൾ ഞാനിവിടെ 3/4 കിലോ ചേന എടുത്തിട്ടുണ്ട്. ചേന നന്നായിട്ട് തൊലിയെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി കഴുകിയെടുത്തതാണിത്. ഇതിപ്പോൾ ചെറിയ കഷ്ണമോ വലിയ കഷ്ണമോ എങ്ങനെയായാലും ഒരു കുഴപ്പമില്ല. നമുക്ക് കുക്കറിൽ വേവിക്കാനുള്ളതാണ്. ഇപ്പം ഞാനിവിടെ ഒരു ചെറിയ കുക്കർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ചേന ഇട്ട് കൊടുക്കുകയാണ്. ഇനി അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം. വെള്ളം എന്ന് പറയുന്നത് ഇത് മുങ്ങിക്കിടക്കാനുള്ള പാകത്തിനുള്ള വെള്ളം മതി. അത് വെന്ത് കിട്ടാനുള്ള വെള്ളം മതി. കാരണം നമുക്ക് അത് ഊറ്റി കളയാനുള്ളതാണ്. വെള്ളം നമുക്ക് ആവശ്യമില്ല അതിൻ്റെ. ഞാനിതൊരു 3 വിസിൽ വരുന്ന വരെ, നല്ല വേവുന്ന ചേന ആയതുകൊണ്ട് ഒരു 3 വിസിൽ വരുന്ന വരെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഒരു നുള്ള് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്, വളരെ കുറച്ച്. എന്നിട്ട് നമുക്കിതൊന്ന് അടുപ്പത്ത് വയ്ക്കാം. ആ സമയം കൊണ്ട്, അത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് ശർക്കരപ്പാനി ഉണ്ടാക്കിയെടുക്കാം. ഞാനിവിടെ ഒരു 4 അണി ശർക്കര എടുത്തത്. ഇത് കറക്റ്റ് പാകമായിട്ടുള്ള എൻ്റെ മധുരമാണിത്. ഇത്രയും 3/4 കിലോ ചേനയ്ക്ക് ഇത്രയും ശർക്കര കറക്റ്റ് പാകമാണ്. ഇത് നമുക്കൊന്ന് ഉരുക്കിയെടുക്കാം. ഇതിനി ഇത് അടുപ്പത്തുനിന്ന് ഉരുകുന്ന നേരം കൊണ്ട് മറ്റേ അടുപ്പത്ത് ചേനയും വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഇത് രണ്ടും ഒരേ സമയം അടുപ്പത്തുനിന്ന് ആയിക്കോളും. ആ സമയം കൊണ്ട് നമുക്ക് കുറച്ച് തേങ്ങ പാലെടുത്ത് വയ്ക്കാം. ഞാനിവിടെ ഒരു തേങ്ങയാണ് എടുത്തത്. ഫുള്ളായിട്ട് ഒരു തേങ്ങ എടുത്തിട്ടുണ്ട്. വലിയ തേങ്ങയായിരുന്നു. അതിൻ്റെ ഒരു ഫുൾ തേങ്ങ എടുത്തിട്ട് ആദ്യം കുറച്ച് വെള്ളമൊഴിച്ച് ഇതൊന്ന് അടിച്ചെടുത്ത് 1/4 പാലെടുത്തു. 1/4 പാലെടുത്തിട്ട് നമുക്കിത് മാറ്റി വയ്ക്കാം. ഈ സമയം കൊണ്ട് നമ്മളെ ശർക്കര ഒന്ന് അരിച്ചെടുക്കാം. അതവിടെ നല്ല ശർക്കര പാനി ശരിയായി വന്നിട്ടുണ്ട്. അരിച്ചിട്ടില്ലെങ്കിൽ അതിനകത്ത് കല്ലൊക്കെ ഉണ്ടാവും. അതുകൊണ്ടാണ് ഇതൊന്ന് അരിച്ചെടുക്കുന്നത്. നന്നായിട്ട് അരിച്ചെടുത്തത് മാറ്റി വെക്കാം നമുക്ക്. ചേന തുറന്ന് നോക്കിയപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. കണ്ടോ, നല്ല പാകമായിട്ട് വെന്തിട്ടുണ്ട്. വെന്ത് നല്ല ഇങ്ങനെ ഉടഞ്ഞ് വരുന്ന പരുവായിട്ടുണ്ട്. അങ്ങനെ കിട്ടണം നമുക്ക്. ഇനി ആ വെള്ളമൊന്ന് നമുക്ക് ഊറ്റിക്കളയാം. ആ വെള്ളത്തിൻ്റെ ആവശ്യമില്ല. ഒരരിപ്പയിലേക്ക് നമുക്ക് വെള്ളം ഊറ്റിക്കളയാം. ഇനി ഇത് നമുക്ക് ഉടച്ചെടുക്കാനുള്ളതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സിക്കകത്തിട്ടിട്ട് ഉടച്ചെടുക്കാം. അല്ലാതെ ഇങ്ങനെ സ്പൂണോ വെച്ചിട്ട് ഇങ്ങനെ ഉടച്ചെടുക്കാൻ പറ്റുന്നതാണ്. ഞാൻ ആ ശർക്കര ഒരുക്കിയ ആ പാത്രത്തിൽ തന്നെ ആണ് ഇത് ചേന ഇട്ടിട്ട് ഉടച്ചെടുക്കുന്നത്. നന്നായിട്ട് ഉടഞ്ഞ് വരുന്നുണ്ട്. കണ്ടോ, നന്നായിട്ട് ഇങ്ങനെ ഉടച്ചെടുക്കുക. കുറച്ചൊക്കെ ഒന്ന് കടിക്കാൻ കിട്ടിയാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഞാൻ നന്നായിട്ടിത് ഉടച്ചെടുത്തിട്ടുണ്ട്. ഉണ്ട്, നന്നായിട്ട് ഉടയുന്നുണ്ട്. നന്നായിട്ട് പാകമായിട്ട് വെന്തിട്ടുണ്ട്. ഇത് ഉടച്ചെടുത്തത് നല്ല പാകമായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഒട്ടും തരിയില്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെ കുറച്ച് നല്ല ടേസ്റ്റാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ആ ശർക്കര പാനി ഉണ്ടാക്കി വെച്ചതും കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ശർക്കര പാനി കിടന്ന് തന്നെ ഒന്ന് മിക്സാക്കി എടുക്കാം. ഞാൻ ഇപ്പോൾ തീയൊന്നും കത്തിച്ചിട്ടില്ല. ആദ്യം ഇതൊന്ന് ഉടച്ചെടുത്തതിന് ശേഷം നമുക്ക് തീ കത്തിച്ചാൽ മതി. കണ്ടോ, നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 2/2 പാൽ ചേർത്ത് കൊടുക്കണം. 2/2 പാൽ ചേർത്ത് ഇനി അടുപ്പത്ത് വയ്ക്കാം. ഇനി അടുപ്പത്ത് വെച്ച് ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റുന്നവരെ, കുറച്ചൊന്ന് അതിൻ്റെ ആ വെള്ളമൊക്കെ ഒന്ന് പോകുന്നവരെ നമുക്കൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. കാരണം 1/4 പാൽ ഒഴിച്ചാൽ പിന്നെ നമുക്കിത് തിളപ്പിക്കാൻ പാടില്ല. അതുകൊണ്ട് ഇപ്പം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. ഈ സമയത്ത് വേണമെങ്കിൽ കുറച്ച് നെയ്യ് വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കുക. നെയ്യ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇത് നന്നായിട്ട് തിളച്ച് ഇതൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്, അതിൻ്റെ വെള്ളമെല്ലാം. ഞാൻ അതിലേക്ക് ഇപ്പോൾ അണ്ടിപ്പരിപ്പ്, മുന്തിരി, തേങ്ങാക്കൊത്തൊക്കെ വറുത്ത് അതിലേക്ക് ഇട്ടിട്ടുണ്ട്. വറുത്തത് ഞാൻ കാണിക്കാൻ വിട്ടുപോയതാണ്. അപ്പോൾ ഞാനതെല്ലാം വറുത്ത് അതെല്ലാം അതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. കണ്ടോ,
അതിനകത്ത് ഞാനൊരു ചാറോളി എന്ന് പറഞ്ഞൊരു പരിപ്പ് പോലത്തെ സാധനം കിട്ടും, അത് പായസത്തിലിടുന്നതാണ്, അതും കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് കുറച്ച് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഏലക്ക ഞാൻ പഞ്ചസാര ചേർത്ത് പൊടിച്ചതാണ്, അത് കുറച്ച് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ തരിതരിപ്പൊന്നും ഇല്ലാതിരിക്കാനാണ് ഞാനിങ്ങനെ അരിപ്പ വെച്ചിട്ട് ചേർത്ത് കൊടുത്തത്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു സാധനം കൂടി ചേർക്കാനുള്ളൂ. ഒന്ന് തേങ്ങാപ്പാൽ 1/4 പാൽ ചേർത്തിട്ട് ഗ്യാസ് ഓഫ് ചെയ്യണം. പിന്നെ ചേർക്കേണ്ട കുറച്ച് ചുക്കുപൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ഇതിപ്പോൾ നമുക്ക് 1/4 പാൽ ചേർത്ത് ഗ്യാസ് ഓഫ് ചെയ്തു. ഇതിനി തിളയ്ക്കാൻ പാടില്ല, 1/4 പാൽ ചേർത്താൽ പിന്നെ തിളയ്ക്കാൻ പാടില്ല. കാരണം നല്ല പാകമായിട്ട് വന്നിട്ടുണ്ട്. ഈ പായസം എന്താണെന്ന് പോലും ആർക്കും അറിയില്ല. ഞാൻ ഇതുപോലെ ഉണ്ടാക്കി കുടിക്കാനൊക്കെ കൊടുത്തിട്ട് ആർക്കും മനസ്സിലായില്ല എന്താണെന്നുള്ളത്. അത്ര ടേസ്റ്റും ഉണ്ടായിരുന്നു പായസം കുടിക്കാനായിട്ട്. ഇത് കുറച്ചൊന്ന് തണുത്തൊക്കെ വന്ന് ഒന്നും കൂടി കുറുകി വന്നിട്ടുണ്ട്. നമുക്കിതിനകത്തേക്ക് ചുക്കിൻ്റെ പൊടി കുറച്ച് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മളുടെ ചേനയുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഓക്കെ, എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ഓണം.